നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോവുകയാണ്. അതിലൊന്നാമത് പഠിക്കേണ്ടത് മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷനും ഇമ്പോർട്ടൻസും മീനിങ്ങും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഡേ ബൈ ഡേ നമ്മൾ ഒത്തിരി ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ന്യൂമറിക്കലി നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാറുണ്ട്, അല്ലേ? അങ്ങനെ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് QT എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ്ഡ് അബൌട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. അതിൽ തന്നെ QTയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് എന്തിനാണ് സ്റ്റാറ്റി, അതിൻ്റെ മീനിങ്, ഒറിജിനൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് വൈ സ്റ്റാറ്റിസ്റ്റിക്സ്. എനിക്ക് എന്താണെന്ന് നോക്കി, വി ഫൈൻഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ന്യൂമറിക്കൽ ഫാക്ട് പബ്ലിഷ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ, journals and magazine. Radio and televisions convey different kind of numerical information. Some of them, for example, the cost of ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ സാധാരണ ഉപയോഗിക്കുന്ന ന്യൂമറിക്കൽ ടേമുകൾ, അതായത് സാധാരണ പല നമ്പറുകൾ, പല കാര്യങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ പല പബ്ലിഷുകളിൽ ഇപ്പോൾ പറയാറുണ്ട്. 2010 ഇപ്പോൾ നമുക്ക് ഏറ്റവും ഡേ ബൈ ഡേ നമ്മൾ കേൾക്കുന്നതാണ് അങ്ങനെ കൊറോണയുടെ TPR കണക്കുകൾ, അതുപോലെ തന്നെ അതിൻ്റെ പേഴ്സൻറ്റേജുകൾ, ദെൻ രോഗം ഭേദമായവരുടെ കണക്കും നിലവിലുള്ള രോഗികളുടെ തമ്മിലുള്ള ശതമാന കണക്കുകൾ. ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് ഇത് ഫാക്ട് ഷുഡ് ബി കണക്റ്റഡ് ടു ന്യൂമറിക്കൽ ടേംസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ല ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെടുന്നതാണ്? സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് 1970 കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്, ജീവിത നിലവാരം എന്ന് പറഞ്ഞ മനുഷ്യരുടെ 230,000. then 1971 ആയപ്പോൾ അത് ഇച്ചിരിയുടെ കൂടി എത്രയായി? 300 വന്നു. ഇത് ബി എക്സ്പെക്ട് ദ ഇൻക്രീസ് ഓഫ് 50 ഓവർ ദി പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് ലാസ്റ്റ് ഇയർ. അതായത് നമ്മൾ ഏകദേശം ഓർക്കുന്നത് ഓരോ വർഷത്തിൻ്റെ അവസാനം അതിൻ്റെ പെർ ക്യാപിറ്റൽ ഇൻകം 50 വെച്ച് എന്ത് ചെയ്യും? കൂടണം, അങ്ങനെയുള്ളൊരു കണക്കാണ്. The average score of Srikanth in the test matches is 40. അങ്ങനെ പറയാറില്ലേ? നമ്മളൊരു ക്രിക്കറ്റ് ടീമിൽ എന്താണ് ശ്രീകാന്തിന് കിട്ടിയ എന്താണ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 48 ആണ്. അത് ആവറേജാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ ന്യൂസിലൊക്കെ? ഉണ്ട്. So to understand this is similar other statement and to analyze and interpret, then we require knowledge of statistical method. So we are discussed about a statistical method. Different methods are to be adopted for analysis. That is the similar other statement and to analyze, interpret them to require a knowledge in statistical method. നമുക്ക് ഏതൊക്കെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിഫറെൻറ്റ് കാര്യങ്ങൾ, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം? അതിനാണ് നമുക്ക് എന്തിനുള്ള അറിവ് വേണ്ടത്? എന്താണ്? നോളേജ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലുള്ള നോളേജ് ഉണ്ടാവണം. So all of this must be aware of statistical content in a social, economical, political, etc. ഗവൺമെൻറ് ഫാക്ടറിലാവാം, സോഷ്യൽ ആക്ടിവിറ്റികളിലാവാം, എക്കണോമിക് കണ്ടീഷനിലാവാം. ഇവിടെ എല്ലാം നമുക്കൊരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഇൻഫർമേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ ഫങ്ഷൻ വിത്തൗട്ട് കളക്ടിങ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഫോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫോർ നാഷണൽ എക്കണോമിക് പ്ലാൻ, ഇഫ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇപ്പോൾ സൈക്കോളജി പരമാവാം, എഡ്യൂക്കേഷൻ പ്രകാരം, സൊസൈറ്റി പ്രകാരം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്രയും പേര് എഴുതിയതിൽ ഇത്രയും പേര് ജയിച്ചു, അല്ലേ? പെർസെൻറ്റേജ് ഓഫ് പാസിങ്, അല്ലേ? ഇതെല്ലാം അനലൈസ് ചെയ്യുന്നു. ഫിസിക്കൽ സയൻസ് എന്തൊക്കെയാവാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഈ ഏരിയാസിലെല്ലാം എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ദാറ്റ്സ് ആൻ എലമെൻ്ററി ആൻഡ് ഇമ്പോർട്ടൻസ് ക്രൂഷ്യൽ പാർട്ട് ഇൻ അവർ സൊസൈറ്റി ആസ് വെൽ ആസ് എൻ എക്കോണമിക് ഡെവലപ്മെൻറ്റ് എക്സെട്ര. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ജസ്റ്റ് അവെയർനെസ് അബൌട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി പക്ക മീനിങ് ആണ് പറയുന്നത്. The word statistics is understood by different people in a different manner. അല്ലെ, ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് കാണുന്നത് ഓരോ കാര്യങ്ങൾ, അല്ലേ? ഇപ്പം ഫോർ സം പീപ്പിൾ ടേബിൾസ്, ചാർട്ട് എക്സെട്ര. ഫോർ സം അത് സയൻസ്, ഫോർ സം സെറ്റ് ഓഫ് ഫിഗേഴ്സ്, അല്ലേ? ചിലർ ഒരു കാര്യങ്ങളെ കാണുന്നത് എങ്ങനെ ആയിരിക്കും? കുറേ ടേബിളും വരയ്ക്കും, ചാർട്ടുകൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരും. പക്ഷേ മറ്റേ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ ചില ഫിഗേഴ്സ് ആയിരിക്കും കാണിക്കുക, അല്ലേ? ഇത് ഇത്ര ആവറേജ് ഫിഗർ ഇത്രയാണ്, ഇന്നതിൻ്റെ ഫിഗർ ഇങ്ങനെയാണെന്ന് അവരെടുത്ത് പറയും. സോ ഫോർ സം ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സ്റ്റഡി. സോ അടയാളപ്പെടുത്തുക, ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സ്റ്റഡി. എന്താ?
ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് സ്റ്റഡി ചെയ്യുന്നത്? ടു സ്റ്റഡി അബൌട്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, അളക്കാവുന്നതാണ്. എങ്ങനെയുള്ള മെഷേഴ്സാണ്? ഇറ്റ് മെഷേഴ്സ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലായിരിക്കും പറയുക. സോ ദസ് വി സി ദാറ്റ് ജനറലി ദ വേർഡ് ഈസ് യൂസ്ഡ് ഇൻ എ ടു ഡിഫറെൻറ്റ് സെൻസ്. പ്രധാനമായും ഇതിനെ രണ്ട് സെൻസിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് സെൻസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഫാക്ട് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ന്യൂമറിക്കൽ ഫാക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. സെക്കൻഡ് പറയുന്നത് എന്താണ്? സം തിയറി, മെത്തേഡ്, പ്രിൻസിപ്പിൾസ്, principles etc. In this sense, the statistics a body of method is known as statistical method. അടയാളപ്പെടുത്തുക. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ന്യൂമറിക്കൽ ഫാക്റ്റ് ഉള്ളതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എ ബോഡി ഓഫ് മെത്തേഡ്. ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ബോഡീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പലതരത്തിലുള്ള മെത്തേഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയുന്നു. The method of techniques provided by statistics range from the most elementary device, which may be understood by even a layman, to the complicated mathematical procedure which can be understood by a expert. അതായത് ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ കൊറോണയുടെ ഒക്കെ ഒരു ന്യൂസ് കഴിയുമ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നെ സിമ്പിളായിട്ട് പറഞ്ഞ ഇലക്ഷൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവത്തില്ലേ, ഇത്രയിടത്ത് ഇന്ന ആൾ ഇങ്ങനെ ഇത്ര പെർസെൻറ്റേജ് വിജയം ഉണ്ടായി, ഇത്ര ആൾ ഇത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു, ഇതൊക്കെ പറയുമ്പം സോ ഈസി അണ്ടർസ്റ്റുഡ് ബൈ എ ലെയ്മാൻ. സാധാരണക്കാരനെ ഇവരെന്ത് ചെയ്യണം? മനസ്സിലാകണം. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഷുഡ് ബി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ആ ടൈമിലായിരിക്കണം. അങ്ങനെ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ബൈ ലെയ്മാൻ, ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് ടേംസുകളും മെഷർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇനിയും അതിൻ്റെ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയോടൊന്നും ഡിസ്കസ് ചെയ്യണേ. ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് വെരി ബ്രാഞ്ച് ഓഫ് നോളേജ്. The word statistics seems to have been derived from Latin word. ഏത് വേർഡിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ് എന്നാണ്. ആൻഡ് ഓൾസോ ഇറ്റാലിയൻ വേർഡ് സ്റ്റാറ്റിസിസ, ജർമ്മൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് മീൻസ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്. ദ ഒറിജിൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് ഡ്യൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്. എന്തിനാണ് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? അതായത് അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റേറ്റിൻ്റെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് എന്ത് ആവശ്യകത വന്നു തുടങ്ങി? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യകത വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻസുകൾ അത് കളക്ട് ചെയ്യാൻ തുടങ്ങി, ഡേറ്റകളെ അനാലിസിസ് ചെയ്യാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പോപ്പുലേഷൻ. ഒരു രാജ്യത്ത് എത്ര പോപ്പുലേഷനുണ്ട്, അതെങ്ങനെയാണ്, അല്ലേ? അതിനുള്ള സെൻസസ് പ്രോഗ്രാമൊക്കെ അതൊക്കെ നടത്തുമ്പം ഇത്ര ആളിൽ ഇങ്ങനെ, ഇത്ര ആൾക്കാർ ഇത്രയും ഫീമെയിൽ, ഇത്ര ആൾക്കാർ ഇത്രയും മെയിൽസ്, ഇതൊക്കെ എടുത്തു പറയണമെങ്കിൽ നീഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ഷൻ. ഓൾദോ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഒറിജിനേറ്റഡ് ആസ് എ സയൻസ് ഓഫ് കിങ്, നൗ ഇറ്റ് ഹാസ് എമേർജ്ഡ് ഇൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ സയൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. Thus, hardly and branches of human activity that are statistical when they are not made as statistical have grown into a very powerful science. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അതായത് സയൻസ് ഓഫ് കിങ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എമേർജ് വെരി ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ബീങ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പവർഫുൾ സയൻസ് എന്ന് വിളിക്കാം. ഏത് ഫീൽഡിലാകും ഇറ്റ്സ് എ പവർഫുൾ സയൻസ് എന്ന് വിളിക്കാം. കാരണം പല ഫീൽഡുകളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പല രീതികളിൽ. സോ നമ്മൾ അറിഞ്ഞും അറിയാതെയും പല രീതിയിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അഡ്മിനിസ്ട്രേറ്റീവിലാണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമായും എന്താണ്? ലാറ്റിൻ വേർഡുണ്ട്, ഇറ്റാലിയൻ വേർഡുണ്ട്, ഇതൊക്കെ കമ്പൈൻ ചെയ്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഡെഫിനേഷൻ നോക്കാം. ഫസ്റ്റ് സിംഗുലർ നോണിലും സ്റ്റാറ്റിയെ പറയാം, പ്ലൂറൽ വേസിലും പറയാം. നോക്കി ഒന്നാമത്തെ ഡെഫിനേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറയുന്നത് പ്ലൂറൽ നൗൺസിലാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എ പ്ലൂറൽ നൗൺ സ്റ്റാൻഡ് ഫോർ ന്യൂമറിക്കൽ ഫാക്ട് കളക്ടർ. കാരണം എന്താണ്? പലതരത്തിലുള്ള ഇൻഫർമേഷനാണ് കളക്ട് ചെയ്തത്. ഡിഫറെൻറ്റ് ഓതേഴ്സ് ഹാവ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫറെൻ്റ്ലി. ദ ഡെഫിനേഷൻ ഓഫ് ഹൊറാസ് സീക്രസ്റ്റ് ഇസ് മോസ്റ്റ് എക്സാസ്റ്റീവ്. അയാൾ പറഞ്ഞ ഡെഫിനേഷൻ നോക്കി, അക്കോർഡിംഗ് ടു ഹൊറാസ് സെക്രസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട് affected to marked extent by multiplicity of causes are numerically expressed, enumerated or estimated according to a reasonable standard of accuracy, collected systematic manner for a predetermined purpose and placed in relation to each other. ഒരു ഡെഫിനിഷൻ വൃത്തിക്ക് പഠിക്കുക. നമ്പർ 1 ഡെഫിനിഷൻ പറയുന്നത് അക്കോർഡിംഗ് ടു ഹൊറാസ് സെക്രസ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്?
സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ, മുഴുവൻ എന്നുള്ള അർത്ഥം. ഓഫ് ഫാക്റ്റ് എന്ന് തന്നെയാണ്, ഫാക്റ്റിൻ്റെ അഗ്രിഗേറ്റാണ്. അഫക്റ്റഡ് ടു, എവിടെ അഫക്റ്റ് ചെയ്തതാണ്? മാർക്കഡ് എക്സ്റ്റെൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. ഏതെങ്കിലുമൊക്കെ ആവാം. ഒന്ന് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാവാം, എന്യൂമറേറ്റഡ് ആവാം, എസ്റ്റിമേറ്റ് ചെയ്യുന്നതാവാം. ഇവയിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് അടങ്ങിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു എന്തിൻ്റെ ബേസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ റീസണബിൾ സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാണ്. അതുപോലെ തന്നെ അവിടെ ആക്യുറസി ഉണ്ടായിരിക്കണം, സിസ്റ്റമാറ്റിക് വേയിൽ കളക്ഷൻ നടത്തണം. ദെൻ എന്തിനു വേണ്ടിയാണ്? ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള മുൻകൂട്ടിയുള്ള പർപ്പസിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ മറ്റ് രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള റിലേഷൻ സ്റ്റഡി നടത്തുന്നതിനാവാം. ഇതിനൊക്കെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഡെഫിനേഷൻ. സെക്കൻഡ് ഡെഫിനേഷൻ പറയുന്നത് അക്കോർഡിംഗ് ടു സെലിജ്മാൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദി സയൻസ്. എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നത്? സയൻസാണ്. വിച്ച് ഡീൽസ് വിത്ത് ദ മെത്തേഡ് ഓഫ് കളക്ട് ചെയ്യുന്ന, എളുപ്പമാണ് ഡെഫിനേഷൻ. ക്ലാസിഫൈ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, അതിനുശേഷം ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു എന്തിനെ? ഡേറ്റാസുകളെ. ടു എന്തിനു വേണ്ടിയാണ്? ത്രോ സം ലൈറ്റ് ഓൺ ദി സ്പിയർ ഓഫ് എൻക്വയറി. ഓരോ കാര്യങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ, അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടി, ആ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നതിൽ വരുന്നതാണ് സെലിഗ്മാൻ്റെ ഡെഫിനിഷൻ. അത് നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ വൃത്തിക്ക് പഠിച്ചിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.